എന്ത് ക്ലോസ്? ഇതൊക്കെ വെറുതെ പ്രചരണം എന്നുള്ളതല്ലാതെ ഇത് ഇന്ത്യ മുന്നണിയുടെ നിലപാടാണ് രാജ്യസഭയിലും ലോക്സഭയിലും എല്ലാം ഒരുപോലെ ഉണ്ടായത്. ഇന്ത്യ മുന്നണി ഇതിനകത്തൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യ മുന്നണി നിലപാടെടുത്തിരിക്കുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ളത് എല്ലാ പാർട്ടികളും യോജിച്ച് ഇതിനു മുമ്പ് ചർച്ച ചെയ്ത് അതിൽ ഫ്രാൻസിസ് ജോർജ് അതിൽ സംബന്ധിച്ചിട്ടുണ്ട്, ജോസ് കെ മാണി സംബന്ധിച്ചിട്ടുണ്ട്, എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ MP-മാർ പാർലമെൻറ്റിൽ നിന്നിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ കൂടെ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറിൻ്റെ അധ്യക്ഷതയിൽ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മുനമ്പത്ത് പ്രഖ്യാപിച്ചതാണ്. മുനമ്പത്തെ ജനങ്ങൾക്ക് മുനമ്പത്തെ ഭൂമി, വഖഫിൻ്റെ പരിധിയിലേക്ക് മുനമ്പത്തെ ഭൂമി വരുന്നില്ല. മുനമ്പത്തെ ഭൂമി അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കണം. അതിന് ഏതറ്റം വരെയും പാർട്ടി പോകാൻ തയ്യാറാണ്. മുനമ്പത്തെ ജനതയുടെ കൂടെ ഞങ്ങൾ നിലകൊള്ളും എന്ന് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് മുനമ്പത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്, പാർലമെന്റിൽ ഫ്രാൻസിസ് ജോർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിയമസഭയിൽ P. ജോസഫ് സാറും ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രത്യേകമായ ആരെങ്കിലും വെച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഇടപെട്ടു, ആരെങ്കിലും വെച്ച് കുറഞ്ഞു പോയെന്ന് പറയുന്ന ഒരർത്ഥവുമില്ല. ഇന്ത്യ മുന്നണി എടുത്ത നിലപാടിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഞങ്ങൾ ഉറച്ചു നിന്നു. രണ്ട്, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടി ഇത് ഒരു രമ്യതയിൽ പരിഹരിക്കേണ്ട വിഷയമാണ് എന്ന നിലപാടാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗും വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ളതും രണ്ടും രണ്ടായി കാണണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട് തങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. UDFിൻ്റെ നിലപാടും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെൻറ്റും കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റും മുനമ്പത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന വിധത്തിൽ ആവശ്യമായ നടപടികളിലേക്ക് സ്വീകരിക്കുക, അതാണ് പാർട്ടിയുടെ ആവശ്യം. അത് ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.